എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗത്തിൽ കാണുന്ന കർത്താവിൻ്റെ ശബത്തിൽ ചെയ്ത ചില പ്രവർത്തികളാണ്. 2 വാക്യങ്ങൾ വായിക്കട്ടെ. 1-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും. ഒരു ശബത്തിൽ അവൻ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. 6-ാം വാക്യം. മറ്റൊരു ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധവും ആ ബന്ധം മനുഷ്യന് പ്രദാനം ചെയ്യുന്ന ദൈവാനുഭവമാണ് ആത്മീയത എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ അനുഭവം ലഭ്യമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒട്ടേറെ മുഖാന്തരങ്ങളുണ്ട്. വേദഗ്രന്ഥങ്ങൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ, പ്രമാണങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം ഇതിലുള്ളതാണ്. അവയെല്ലാം ഒരു പരിധിവരെ ആവശ്യമാണ്, ലക്ഷ്യം സാധിക്കുന്നതിൽ സഹായകവുമാണ്. എന്നാൽ ആത്മീയതയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളുടെ കഠിന ചട്ടക്കൂട്ടിൽ മാർഗങ്ങളും മുഖാന്തരങ്ങളും പ്രധാനമാകുകയും യഥാർത്ഥ ദൈവാനുഭവം പിന്തള്ളപ്പെടുകയും ചെയ്യപ്പെടുന്നു. ശബത്തിനെ സംബന്ധിച്ചുള്ള സമീപനത്തിലും യഹൂദന്മാർക്ക് സംഭവിച്ചത് അതുതന്നെയാണ്. ശബത്ത് ആചരണത്തിൻ്റെ നിയമ നൂലിഴകൾ ഏറെ മുഖ്യമായപ്പോൾ ശബത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് കാണപ്പെടേണ്ട ദൈവവും മനുഷ്യനുമൊക്കെ അവർക്ക് അന്യമായിപ്പോയി. അപ്പോൾ യേശുവിന് അവരെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. മർക്കോസ് 2-ാം അധ്യായത്തിലാണ്. അധ്വാനത്തിലൂടെ മാത്രമല്ല, വിശ്രമത്തിലും കൂടിയാണ് മനുഷ്യ ജീവിതം ഫലകരമായി തീരുന്നത്. വിശ്രമം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതാണ് ശബത്തിൻ്റെ ദൈവശാസ്ത്രവും വിശ്രമത്തിൻ്റെ യുക്തിയും. വിശ്രമം കൂടി ചേർന്ന് വരുമ്പോൾ ഉളവാകുന്ന ഫലപൂർണത സർവ സൃഷ്ടിക്കും ആവശ്യം ആണെന്നുള്ളതാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ നിലപാട്. അതുമാത്രമല്ല, ദൈവം തന്നെ വിശ്രമം കാംക്ഷിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നിവൃത്തനായി എന്ന വാക്കിന് റെസ്റ്റഡ്, സീസ്ഡ് ഫ്രം വർക്ക് എന്നൊക്കെയാണ് അർത്ഥം കാണുന്നത്. ജീവിതത്തെ സുന്ദരവും പൂർണ്ണവുമാക്കുന്ന ഒന്നിനെ ജീവിതം ദുസ്സഹമാക്കുന്ന ബന്ധനമാക്കി മാറ്റുന്ന സമീപനത്തെ യേശു ചോദ്യം ചെയ്യുന്ന 2 സംഭവങ്ങളാണ് നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്നത്. മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്ന ശബത്തിൻ്റെ കർത്താവാണ് താൻ എന്ന് പറയുന്നതിലൂടെ തൻ്റെ ആത്മീയതയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് യേശു വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ വിശപ്പിനേക്കാൾ പ്രധാനമല്ല ആത്മീയതയുടെ ആചാര ചട്ടവട്ടങ്ങൾ എന്നാണ് ആദ്യത്തെ സംഭവത്തിലൂടെ യേശു സ്ഥാപിക്കുന്നത്. വിളഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിർ പറിച്ച് തിരുമ്മി തിന്നതിനെ വിമർശിക്കുന്ന പരീശന്മാരോട് അതിനെ വലിയ തെറ്റായി കരുതപ്പെടേണ്ട, ഒരുപക്ഷെ അവർ കാണാതെ പോയ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് യേശു ന്യായീകരിക്കുന്നത് ശ്രദ്ധേയമാണ്. ശരീരത്തിൻ്റെ വിശപ്പ് തളർത്തുന്ന മനുഷ്യൻ അപൂർണനാണെന്നും ആ അപൂർണത പരിഹരിച്ച് അവനെ മനുഷ്യനാക്കാൻ ചെയ്യുന്ന അനുഷ്ഠാന ലംഘനങ്ങളൊക്കെ നന്മയാണെന്നുമാണ് യേശുവിൻ്റെ ഭാഷ്യം. 2-ാമത്തെ സംഭവത്തിൽ യേശു സ്വീകരിക്കുന്ന നിലപാട് പലതരത്തിൽ നമ്മുടെ ആഴമായ ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രകോപനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ടും താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ രഹസ്യമാക്കാൻ യേശു ശ്രമിക്കുന്നില്ല. വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. മനുഷ്യനെ
അവൻ്റെ അപൂർണതകളിൽ നിന്നും സ്വതന്ത്രനാക്കി പൂർണ്ണമാക്കുന്ന പ്രവൃത്തിയിൽ ഒന്നും മറച്ചു വെക്കേണ്ടതില്ലെന്ന് മാത്രമല്ല, താൻ നൽകുന്ന സൗഖ്യം അവന് പൂർണ്ണമാകുന്നത് ഈ സമൂഹത്തിൽ അവന് യഥാസ്ഥാനപ്പെടുന്നതിനും കൂടിയാണെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ഈ സംഭവം മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ, അതായത് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ലൂക്കോസ് പറയാത്ത ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. യേശുവിന് ദുഃഖവും കോപവും ഒരുപോലെ ഉളവാകുന്നതിന്റെ കാരണം പരിശോധിക്കേണ്ടതാണ്. യേശു ഉന്നയിച്ച ചോദ്യത്തിന്റെ ഉത്തരം തീർത്തും വ്യക്തമാണ്. നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏത് വിഹിതം? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിഞ്ഞിട്ടും അവർ പാലിച്ച നിശബ്ദതയാണ് യേശുവിൻ്റെ ദുഃഖത്തിന് കാരണം. ഒരു മനുഷ്യന്റെ സൗഖ്യം സമൂഹത്തിന്റെ സന്തോഷമായി തീരാത്തതും യേശുവിൻ്റെ ദുഃഖമാണ്. തങ്ങളുടെ സ്വാർത്ഥതയുടെ അന്ധത ഒരാളുടെ സൗഖ്യം നിഷേധിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ നൊമ്പരമില്ലാത്ത മനസ്സുകളും അവരുടെ ഹൃദയകാഠിന്യം, മർക്കോസ് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ അതും യേശുവിൻ്റെ ദുഃഖമാണ്. സത്യം എന്തെന്നറിഞ്ഞിട്ടും അതിനു നേരെ ബോധപൂർവം കണ്ണടയ്ക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാരണമാകാം. സ്വകാര്യ സന്തോഷങ്ങൾക്കായും നേട്ടങ്ങൾക്കായും പദവികൾക്കായും വലിയ നന്മകൾക്ക് നേരെ പുറം തിരിക്കുന്ന മനസ്സുകളിൽ നിന്നും സ്വതന്ത്രനാകാനും ആത്മീയതയുടെ മനുഷ്യത്വം വീണ്ടെടുക്കാനും ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിനായും അതിൻ്റെ സാധ്യതകൾക്കായും നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ അവിടുത്തെ കൃപയും കടാക്ഷവും കൂടെ ഇരിക്കണമേ. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനും ചെയ്യരുതാത്ത കാര്യങ്ങളോട് നോ പറയാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യത്തിന് നിറവ് നൽകി ഞങ്ങളെ വഴി നടത്തണമേ, ആലോചന നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തുയേശുവിൻ്റെ കൃപയും കരുണയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.